ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യം, ദൈവാനുഗ്രഹം, ദൈവത്തെ കാണുക എന്നുള്ളതാണ്. അതാണ് അന്ന ഇന്ന് സന്തോഷത്തോടെ കാത്തിരിക്കുകയായിരുന്നു ആ ദൈവത്തെ ഒന്ന് കാണുവാൻ വേണ്ടി. പ്രാർത്ഥനയിൽ ഉപവാസത്തിലും ഈ അന്ന ഇങ്ങനെ കാത്തിരുന്ന ദേവാലയത്തിൽ ആ ദൈവത്തെ കണ്ടു കഴിഞ്ഞപ്പോൾ അവൾ ദൈവത്തെ സ്തുതിക്കുകയാണ്. നമ്മൾ ചിന്തിക്കേണ്ടത് തന്നെയാണ്, ഓരോ പ്രഭാതത്തിലും നമ്മുടെ ഏറ്റവും വലിയ ദൈവാനുഗ്രഹം ദൈവത്തെ കാണുക എന്നുള്ളത്. അതിനപ്പുറത്തൊരു ദൈവാനുഗ്രഹം നമുക്കില്ല. മറ്റുള്ളതെല്ലാം നമുക്ക് പണം കൊണ്ടോ അല്ലെങ്കിൽ അധികാരം കൊണ്ടോ നമുക്ക് നേടാൻ സാധിക്കും. നിന്റെ ദൈവാനുഗ്രഹം, നിന്റെ കണ്ണ് ഓരോ പ്രഭാതത്തിലും ദൈവത്തെ കണ്ടുകൊണ്ട്, ദൈവത്തെ കയ്യിലെടുത്ത്, ദൈവത്തെ സ്വീകരിച്ചു. ഈ 3 കാര്യങ്ങൾ വേണ്ടത്. ദൈവത്തെ കാണണം, ദൈവത്തെ കയ്യിലെടുക്കണം, ദൈവത്തെ സ്വീകരിക്കണം. അങ്ങനെ നിന്റെ ജീവിതം ഏറ്റവും ദൈവാനുഗ്രതമാക്കി മാറ്റണം. പക്ഷെ മനുഷ്യർക്കത് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ്. ഇത്രയും വലിയൊരു ദൈവാനുഗ്രഹം എൻ്റെ കൈകളിൽ കിട്ടുന്നുണ്ട് എന്നുള്ളത്. വിശുദ്ധ കുർബാനയായി ഓരോ പ്രഭാതത്തിലും ദൈവം എൻ്റെ ഉള്ളിലേക്ക് കടന്നു വരികയാണ്. എന്നിട്ടും ഓരോ വിശുദ്ധ കുർബാനയിലും പങ്കെടുത്തിട്ട് പോലും ഒന്ന് സ്വീകരിക്കാൻ പോലും പറ്റാതെ ഇറങ്ങിപ്പോകുന്ന വ്യക്തികൾ, ഓരോ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ മടി പിടിച്ചിരിക്കുന്ന വ്യക്തികൾ, അല്ലെങ്കിൽ ഒരു വിശുദ്ധ കുർബാനയ്ക്ക് വന്നാൽ പോലും പാപ സാഹചര്യങ്ങൾ പറഞ്ഞ് മുഖം താഴ്ത്തി ഇറങ്ങിപ്പോകുന്ന വ്യക്തികൾ. അങ്ങനെയല്ലേ നമ്മൾ? എന്നാൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ മറ്റെന്ത് സൗഭാഗ്യത്തിനേക്കാളും, മറ്റേത് കാര്യങ്ങളെക്കാളും ഏറ്റവും വിലയുള്ള ദൈവാനുഗ്രഹമാണ് വിശുദ്ധ കുർബാന. അവനെ കയ്യിലെടുക്കുക, അവനെ സ്വീകരിക്കുക. അത് നഷ്ടപ്പെടുത്താതിരിക്കട്ടെ. പ്രാർത്ഥിക്കാം.